നിന്നെ ഞാൻ വിളിച്ചത് പേടിച്ച് ചൂരച്ചെടിയുടെ ചുവട്ടിൽ കിടന്നുറങ്ങാനല്ല. എനിക്ക് നിന്നിലൂടെ ചിലത് ചെയ്യുവാനുണ്ട്. ആമേൻ, ആമേൻ. എലിയാവ് പ്രാർത്ഥിച്ചതെന്താ? രഥത്തിന് മുൻപേ ഓടിയവൻ പ്രാർത്ഥിച്ചതെന്താ? കർത്താവേ, ഈ ശത്രു എന്നെ കൊല്ലുന്നതിന് മുമ്പ് നീ എന്നെ കൊല്ലണം, നീ എൻ്റെ ജീവൻ എടുക്കണം. ഞാൻ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുക, ശത്രുവിൻ്റെ മുൻപിൽ പേടിച്ചോടുന്നവന് പറ്റിയ പണിയല്ല ദൈവസന്നിധിയിൽ ഇരിക്കാനുള്ളത്. ആമേൻ, ആമേൻ. നീ അവനെ പേടിക്കും തോറും അവൻ നിന്നെ പേടിപ്പിക്കും. തകർക്കാൻ കഴിയത്തില്ല എന്നുള്ള വിശ്വാസം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നീ അവന്റെ മുൻപിൽ ജയം നേടും. ആമേൻ. ഏലിയാവേ, ഞാൻ നിന്നെ വിളിച്ചത് ചൂരച്ചെടിയുടെ നടുവിൽ അല്ലെങ്കിൽ ചുവട്ടിൽ കിടന്നുറങ്ങാനല്ല. നീ ഭയത്തിന്റെ ആത്മാവോടുകൂടി കിടന്നുറങ്ങാനല്ല ഞാൻ നിന്നെ വിളിച്ചത്. ഏലിയാവിനെ കുറിച്ച് ബൈബിളിൽ ആദ്യമായി ഇങ്ങനെ എഴുതിയിരിക്കുന്ന, തിശ്ബിയയിൽ നിന്ന് വന്ന തിശ്ബിയനായ ഏലിയാവ്. ഒരു അഡ്രസ്സും ഇല്ലാത്തവനെ ദൈവം ഒറ്റ പേരെ വിളിച്ചുള്ളൂ, തിശ്ബിയയിൽ നിന്ന് വന്ന തിശ്ബിയനായ ഏലിയാവേ. നിന്റെ അഡ്രസ് കർത്താവിന് വിഷയമല്ല, നിന്റെ പാരമ്പര്യം കർത്താവിന് വിഷയമല്ല. അവൻ നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ചൂരച്ചെടിയുടെ നടുവിൽ കിടന്നുറങ്ങാനല്ല, അവന് വേണ്ടി നിനക്ക് ഓടാനാണ്. അവന് വേണ്ടി നീ ഓടാനാണ് അവൻ നിന്നെ വിളിച്ചത്. ആമേൻ. ചൂരച്ചെടിയുടെ നടുവിലിരുന്ന് നിനക്ക് നിന്റെ വിഷയങ്ങളോർത്ത് പ്രാർത്ഥിക്കാനല്ല അവൻ നിന്നെ വിളിച്ചത്, അവന് വേണ്ടി ഓടാനത്രേ. എല്ലാവരുടെ മേലില്ല, ഏറ്റെടുക്കുന്നവരുടെ മേലിൽ മാത്രം. ആമേൻ. ദൂതന്റെ ശബ്ദം കേട്ട് നീ എഴുന്നേൽക്കുമെങ്കിൽ ഇന്ന് പകൽക്കാലം ചിലതിനെ കർത്താവ് ഓട്ടിക്കാൻ പോകുകയാ. ചിലതിനെ കർത്താവ് ഓട്ടിക്കാൻ പോകുകയാ. ആമേൻ. ഒരു പിശാചിന് നിന്റെ കാലിനെ ഇടറാത്ത വിധം കർത്താവ് നിന്റെ കാലുകൾക്ക് ബലം നൽകാൻ പോകുകയാ. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷത്തോടെ ധൈര്യത്തോടെ ആത്മാവിൽ പറയാൻ പറ്റും, കർത്താവ് എന്നെ വിളിച്ചത് കിടന്നുറങ്ങാനല്ല, ആത്മാവിൽ സഞ്ചരിക്കാനത്രേ. ആത്മാവിൽ സഞ്ചരിക്കാനത്രേ.